ഇത് ടോമി മകൻ. ടോമി പിന്നെ പ്രായമായി വരുമ്പോൾ ഓരോന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ കന്നുകാലിയുടെ കാര്യത്തിലായാലും നാടിൻ്റെ കാര്യത്തിലായാലും ഒക്കെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ആർക്ക് എന്നാലും കൊള്ളാം അമ്മ, എന്നാലും കൊള്ളാം അമ്മ. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മയുടെ അടുത്തൊന്ന് പോവാം. നമുക്ക് അമ്മയുടെ അടുത്ത് പോവാം. വേണ്ടവാനെ അവിടെ പോയിട്ട് എത്ര നാൾ രാത്രിയായി. വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ പോകണം. ഇന്ന് പോകാൻ പറ്റുമോ ഇവിടുന്ന്? പോവാല്ലോ, നമുക്ക് പോവാന്നേ. കാറേ അങ്ങ് പോവാം. അവിടെ ഒത്തിരി പോകണം. ഇല്ല, കുറച്ച് ദൂരേ ഉള്ളൂ. എന്നാലും നടക്കണം. നമ്മുടെ തലവേദന മാറിയോ? കുഴഞ്ഞു പോകും. തലവേദന മാറിയോ? തലവേദന ഉണ്ടാവുന്നുണ്ടേ, നടക്കത്തില്ല. അറിയില്ല, അത് കുഴപ്പമില്ല, നടക്കണ്ട. നമുക്ക് വണ്ടിക്ക് തല ഇളക്കത്തില്ല. തല ഇളക്കിയൊന്നും പറയത്തില്ല. ചോദിച്ച അമ്മച്ചിയുടെ മുടി ഇപ്പോഴും ഇങ്ങനെയാണോന്ന് അമ്മച്ചി അത് നോക്കിയിരിക്കും. പല്ലെല്ലാം വേദനയാണ്. അതാ ഒന്നും വായി വെച്ച് ചവയ്ക്കാനും പറ്റും. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. 4 പ്രാവശ്യം പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് കൊണ്ട് വിടാവോ? അതന്നെ ഇതിപ്പം വീടല്ലാന്നല്ല. അപ്പം അമ്മ അവിടെ ഉണ്ടാവൂല്ലേ? കിടക്കാൻ പോവാ. നമുക്ക് അമ്മച്ചി വീട്ടിൽ പോയിട്ട് വന്നിട്ട് കിടക്കാം കേട്ടോ. വീട്ടിൽ പോയിട്ട് വന്നിട്ട് കിടക്കാം. വീട്ടിൽ വരുമ്പോ മടുത്തു പോകും. ഇല്ല, ഇച്ചിരി ദൂരേ ഉള്ളൂ. ഈ കാറേ പോവാവേ. കാറയിൽ അങ്ങ് പോവല്ലേ, ഇവിടെ കുറച്ച് ദൂരേ ഉള്ളൂ. ചാച്ചൻ ഡ്രൈവ് ചെയ്യും, അപ്പൊ നമുക്ക് പോവാം. പപ്പായനെയൊക്കെ കാണണ്ടേ? നമുക്ക് അവിടെ പോയി അമ്മച്ചിനെ കണ്ട് അമ്മയ്ക്ക് അല്ലെങ്കിൽ വിഷമം ഉണ്ടായില്ലേ? അമ്മേനെ കണ്ടില്ല, മകളെ കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് അമ്മേനെ അത് ആശ്വസിപ്പിക്കണ്ടേ? ഞാനിവിടെ ഉണ്ട്, കുഴപ്പമില്ലാന്ന് ചെന്ന് കണ്ട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സമാധാനത്തോടെ ഇരുന്നോളൂ. എന്നിട്ട് അമ്മയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് പോരാം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പാടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എന്നെ കാണാൻ വരാതിരിക്കുവോ? ഏതമ്മേ? പിന്നെ കുഞ്ഞമ്മച്ചിയാണോ? കുഞ്ഞമ്മച്ചിയാണോ? ഏതമ്മയാന്ന്? കുഞ്ഞമ്മച്ചിയാണോന്ന്? വെല്ലുമ്മച്ചി. വല്യമ്മച്ചിയോ? ഒരമ്മച്ചിയായി കുറവാം. നിങ്ങൾ പോവുകയാണോ? പോണോ? പോണോ? പോകാം. വോട്ടിങ് വരുമോ? പിന്നെ എല്ലാവർക്കും കൂടെ കിടക്കുകയും ചെയ്യാം. വോട്ടിങ് വരുമോ? വോട്ടിങ് വരുമോ? എന്നാ പോയിട്ട് ഇങ്ങോട്ട് വരുമോന്ന്? ഇന്ന് വരുമോന്നറിയില്ല. ഇന്ന് വരുമെന്ന് തോന്നാറില്ല. അതിനാ? ഇനി സമയം ഇത്ര ആയില്ല. സമയമൊന്നും ആയില്ല. സമയം സന്ധ്യാവുന്നല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വരെ വരാനൊക്കെ പറ്റിയത് ഒക്കെ വരാം, കുഴപ്പമൊന്നുമില്ല. നടക്കുമ്പം കാലും കൈയും കുഴയാ. ഏയ്, ജോമോനൊക്കെ വീട്ടിലില്ലേ? പിന്നെ വീട്ടിലുണ്ട്. നമുക്ക് ജോമോനെ പോയി കാണാം. ഉണ്ടോ? വലിയ കാടാ. വീട്ടിൽ അവനില്ലെങ്കിൽ ആരും ഇല്ല, ഒന്നും നോക്കാൻ പറ്റില്ല. കന്നുകാലിയുടെ കാര്യത്തിലായാലും നാടിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഇതൊക്കെ വച്ചുകൊണ്ട് നടക്കാനായിട്ട് ആടിനെയൊക്കെ വച്ചുകൊണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റിയാലോ. ഇച്ചിരി നേരം കുറിച്ച് കഴിയുമ്പോൾ ശ്വാസം കഴിക്കെല്ലാം വേദന എല്ലാവരും. ജോമോളിങ് വരുമ്പോ നമുക്ക് ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ജോമോളെ അമ്മച്ചിയൊക്കെ പോയി കണ്ടിട്ട് വരാം. അതിന് എത്ര പോകണ്ടേ? അവിടെ വരെ പോവാം. നമുക്ക് കാറിൽ പോവാം. കാറേല് ഈ ചാച്ചൻ ഡ്രൈവ് ചെയ്യുന്നേ, കൊണ്ടുപോകും. അതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? ഈ അതിനൊന്നും കാശൊന്നും കൊടുക്കണ്ട. കാറേ പോകണം. കാറ് നമ്മുടെ മുറ്റത്ത് കിടപ്പില്ലേ? കിടക്കുന്നല്ലേ കിടപ്പുണ്ടോ? കിടപ്പില്ലേ ഒരു കാറ്, ഒരു നീല കാറ്. ഞാൻ മുടിയൊക്കെ നന്നായിട്ട് പോയി കണ്ടേച്ച് അമ്മേനെ കണ്ടേച്ച് പോരാ. അതെ, പ്രത്യേകിച്ചൊന്നും വേണ്ട. ഒന്നും വേണ്ട. നമുക്ക് വേഗം നിങ്ങൾ പോലും എനിക്കും വേണ്ട, അമ്മയ്ക്കും വേണ്ട. അമ്മയ്ക്ക് വല്ലതിന് ഒന്നും കഴിപ്പുണ്ടോ? എല്ലാം കഴിക്കുമോ? അറിയത്തില്ല. അമ്മയ്ക്ക് പല്ലൊട്ടുമില്ല. കാരണം അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ കഴിക്കാനും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ കഞ്ഞി. വിശപ്പില്ല. ഗ്യാസ് കെട്ടി വരും. പ്രായമായില്ലേ? അതുപോലെ അമ്മയ്ക്ക് പ്രമേഹവും ഉണ്ട്. ഉണ്ടോ?
ആ അതുണ്ടെങ്കിൽ നീ തീർന്നു. അതേനെ. ഒരു കറി കൂട്ടാൻ പറ്റുമോ, ഒരു ഉപ്പും കൂട്ടാനും ചുവ കൂട്ടാൻ പറ്റുമോ, പഞ്ചസാര കൂട്ടാൻ അറിയാമോ? ആ ചോറും ഇവിടെ വെച്ചിട്ടുണ്ട് പറഞ്ഞു. അതിന് മരുന്ന് കൊടുക്കുന്നുണ്ടോ? ആ ഉണ്ട്, മരുന്നൊക്കെ ഉണ്ട്. ഇല്ല തൊലി അപ്പൊ ഒന്ന് പോയി കണ്ടേച്ച് വരാം അല്ലേ? അരിയുമ്പോൾ കൊണ്ട് പകല് പോയാൽ മതി. പകല രാത്രി ആയില്ല. ഓ എന്നാലും ഇനി പാടിയൊക്കെ പോയിട്ട് വരുമ്പോൾ ഒന്ന് കിടന്ന് ഉറക്കാനും മയങ്ങാനും ഒന്നും സമയം കിട്ടില്ല. അതിനുമുമ്പ് വന്ന് കിടക്കാം. അതിനുമുമ്പേ വന്ന് കിടക്കാം. വണ്ടിയെ പോകണം. എന്നാ പിന്നെ വണ്ടി പോവാം. അങ്ങോട്ട് നല്ല ഉറക്കം വരുവാണെങ്കിൽ അമ്മയുടെ കൂടെ അമ്മയുടെ കട്ടിലൊന്ന് കിടന്നു ഇച്ചിരി ഒന്ന് മയങ്ങിട്ട് ഇങ്ങേറ്റ് പോരണം. അതെ പോരെ? അപ്പൊ അമ്മയ്ക്ക് സന്തോഷമാവും. അതെ. അപ്പൊ ഇത് രണ്ടുപേരും സുഖമായിട്ട് ഉറങ്ങും. ഒരു മയക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല. അതിലെന്ന് പറഞ്ഞാൽ കിടപ്പെന്ന് പറഞ്ഞതില്ല. എന്നിട്ട് കൊച്ചുങ്ങളുടെ ശല്യം കൊണ്ട് കിടക്കാൻ പറ്റുമോ ഇല്ല, കിടത്തൂല. ഏത് കൊച്ചുങ്ങളാ? ഏത് കൊച്ചുങ്ങളാ? അവിടുത്തെ കൊച്ചുങ്ങളെ പിള്ളേര് ആരൊക്കെയാ? രണ്ട് പിള്ളേര് പ്രായമായിട്ടില്ലേ. പ്രായം എന്ന് പറഞ്ഞാൽ 10-12 വയസ്സൊക്കെ. അവരുടെ പേരെന്നാ അമ്മേ? അവരുടെ പേരെന്നാ ആ പിള്ളേരുടെ? ഒന്ന് വിവേന, ഒന്ന് വിവാൻ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഒരു പെങ്കച്ചും കൂടെ ഉണ്ട്. ഏഞ്ചലാണോ? 3 വീണ് അങ്ങനെയാ. പിന്നെ ഒരു ശങ്കരി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുകൂടിയില്ലേ? ചക്കരയൊക്കെ മറ്റേ പേരിന്റെ കൂടെ. ശങ്കരിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. ശങ്കരിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്. പാർവണ. 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 അവിടെ പേരെന്നാ? അവളുടെ പേര് പാർവണ. അങ്ങനെയാണോ? അല്ലെങ്കിൽ എലിസബത്ത്. എലിക്കുട്ടി. പുതിയ പുതിയ പേര്. അതെ, കുറച്ച് കഴിയുമ്പോ ഞങ്ങൾ ഏലമ്മയെന്ന് വിളിക്കും. പുതിയ പേരാ നല്ലത്. പുതു പേര് വേണമെങ്കിൽ കൊണ്ടുവരാം. 3 എലിക്കുട്ടിമാരാ അവിടെ ഉള്ളത്. പണ്ടത്തെ പോലെ ഉള്ള ചീത്തയൊന്നും ഒത്തിരി കില്ലപ്പേര് വരും. കുറച്ച് മതി. അത് ഒരു മിനിയായിട്ടുള്ള ഒത്തിരി കില്ലപ്പേര്. എലിക്കുട്ടിമാര് 3 പേരുണ്ടായി. ശങ്കരി ഇനി ഏലമ്മേന്നാ വിളിക്കുന്നത്. ഏലമ്മേന്നാ ഇപ്പം വിളിക്കുന്നത്. ഏലമ്മ. ഏലമ്മേന്നാ ശങ്കരിയെ വിളിക്കുന്നത്. ഏലമ്മ നല്ല പേരല്ലേ? ഏലമ്മ എന്ന് വിളിക്കുന്ന നല്ലതല്ലേ? എനിക്ക് എന്നാ വിളിച്ചാലും കുഴപ്പമില്ല. എന്നാ വിളിച്ചാലും എന്നാണ്. അമ്മേനെ വിളിച്ചോണ്ടിരുന്ന പേരാണ് ഏലമ്മേന്ന്. അമ്മയുടെ ചേച്ചിമാര്. അതെ, എന്നെ അങ്ങനെയായിട്ടോ. അപ്പൊ ആ പേര് നമുക്ക് ശങ്കരിക്ക് നിലനിർത്താം. അന്നത്തെ കാലമൊക്കെ ആ പേരൊക്കെ അവിടെ നല്ല പേരായിരുന്നു അത്. പേരൊരു ഇംഗ്ലീഷ് പേരാ. നമ്മുടെ ജാതിക്ക് നമ്മള് ഇല എന്നൊക്കെയുള്ള പേരാണ്. ഏലമ്മ. മഴയൊക്കെ മാറിപ്പോയോ? നാളെ പെയ്യും. തിരിച്ച മഴ പെയ്തില്ലെങ്കിൽ പോവല്ലോ. മഴ പെയ്യണം. അല്ലെങ്കിൽ വലിയ പാടം. ഒരു സാധനം രക്ഷപ്പെട്ടെടുക്കാൻ പറ്റിയായിരിക്കും. പെട്ടെന്ന് വെള്ളം പറ്റിപ്പോകും. മറ്റേത് എന്തോ ഒരു വെള്ളം എത്ര ദിവസത്തേനായിരുന്നു. ടോമി ഇവിടെ ഇരുന്നേ. ടോമി മകൻ. ടോമി മകൻ. ജോമൻ ഇതല്ലേ? ഇത് ടോമി മകൻ. ടോമി. അവനാണ് ടോമി. മുത്തവന്റെ പേര് ടോമിനല്ലേ വിളിക്കുന്നത്? അവനത്. അതാണ് വർത്തമാനത്തില് കൊച്ചങ്ങനെ പുറത്തോട്ടൊക്കെ പോയി അത്യാവശ്യ കാര്യത്തിന് മാത്രം. ഏത് കൊച്ചാ? ടോമി കൊച്ചോ? ആണോ? ഇപ്പൊ ടോമി കൊച്ച എല്ലായിടത്തും പോകും. കണ്ടതും കേട്ടതൊന്നുമില്ല. അനാവശ്യമായിട്ടൊന്നും ഇഷ്ടമില്ല. മിടുക്കനായിരുന്നു അല്ലേ? പിന്നെ വിളിക്കണേ. അമ്മയുടെ കൂടെ പോയിരുന്നു. അമ്മയെ ചേർന്ന് കുറച്ച് കഴിയുമ്പോ ചെല്ലാം കേട്ടോ. മാത്രം ഇല്ലേ കിടക്കാൻ. അല്ല, നമുക്ക് അമ്മച്ചിയുടെ അടുക്ക് പോണം. വല്യമ്മച്ചിയുടെ അടുക്ക് പോയിട്ടൊക്കെ എപ്പോഴാ വന്നെ? അമ്മ എന്തായാലും ഉറക്കം പഠിക്കല്ലേ? ഇവിടെ അവിടെ ചെല്ലുമ്പോഴത്തെ സമയം തോന്നും. നമുക്ക്
നമുക്ക് ഇത് കണ്ടിട്ട് വരാം. ആ വാതിലടച്ചോ? അത് പറ്റിയത് ബൗ 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 രണ്ടു വണ്ടി കേട്ടോ. ഒന്ന് റാണിയുടെ വണ്ടി, ഒന്ന് റാണിയുടെ വണ്ടി. എനിക്ക് ഉരുട്ടാൻ വേണ്ടി മേടിച്ചു. റാണിയാണ് ഇപ്പൊ ഡ്രൈവിങ്. മാതാനൊക്കെ പോയി 3 പ്രാവശ്യം. ഇന്നലെ ഇപ്പം ആശുപത്രി പോയി. കുട്ടികളെ പോയി. കുഞ്ഞുമാന്റെ കുഞ്ഞുമാനെ മറന്നുപോയോ? കുഞ്ഞുമാനെ എപ്പോഴും ഓർക്കണല്ലായിരുന്നോ? പിന്നെ മറന്നു പോകും. കാണുമ്പോ ഓർക്കും, പിന്നെ മറന്നു പോകും. അതെ, അവിടെ ഇരിക്കാം. കുഞ്ഞുമോൻ എവിടെ ജോലി ചെയ്യണേന്നോ? പള്ളിയിലാണ് ഇപ്പം. പള്ളിയില്. നമുക്ക് അവിടെ ഇരിക്കാം. പള്ളിയില് ആണോ? പഠിക്കണില്ലേ കുഞ്ഞുമാനോ? പഠിത്തമൊക്കെ കഴിഞ്ഞല്ലേ? ആണോ? ആ, ചെറുപ്രായത്തിലോട്ട് പോയിരിക്കും. പിന്നെ എന്നാ വിശേഷം ചേച്ചി? ചേട്ടായി മക്കളെന്നാ വരണം? ഇപ്പൊ ക്ലാസ് ആണോ? ശങ്കരിക്ക് ശങ്കരിയുടെ ക്ലാസ് ഒക്കെ പരീക്ഷയും കഴിഞ്ഞിരിക്കുകയാണ്. ആരെ തല എണ്ണയൊക്കെ വെക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ആ, ചുമ്മാ വൃത്തിയും മെനയില്ലാതെ നടക്കും അല്ലേ? പുളി അലക്കുമില്ല, വൃത്തിയും മെന നടക്കുക ഉണ്ടോ? അത് ചുമന്ന ചെമ്പരത്തി പോലെ. അമ്മയുടെ ആ നമ്പർ ഇവിടെ ഒരു ഫോൺ ഇരിപ്പുണ്ടേ. കണ്ണിന് കാഴ്ച ഉണ്ടല്ലോ എന്ന് പിന്നെ കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാ കാണാം. കുളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തോർത്തേച്ചും വന്ന് നോക്കി ഒന്നും ഒന്നും തിരിഞ്ഞില്ല. ആ വെള്ളം എല്ലാം മരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ. നീ ടൂറിന് പോയെന്നോ? നിങ്ങൾ ടൂർ കഴിഞ്ഞോ? ടൂറില്ലായിരുന്നു, നിന്റെ ടൂറായിരുന്നു. ആ, എവിടെയായിരുന്നു? ആഹാ, ആനച്ചാല. ഓ ചെല്ലടി. പോയി മാറി ഇവിടെ ചെടി. ഇത് രണ്ടാമത്തെ ആ, ഞാറോളത്താലെ ഇവിടെ അല്ലേ? ആ, ഇതാരാ ഇത്? നമ്മുടെ കുട്ടായുടെ മോളാ കേട്ടോ. മക്കളുമല്ലേ? ആ, അത് തന്നെ, ഇത് കുട്ടായുടെ മോളാ, കുട്ടായുടെ. ആരുടെ ആണേലും എന്നാ ആ, അയലോക്കായാലും ഒക്കെ നമ്മളുമായിട്ട് ബന്ധമുണ്ട്. മനുഷ്യരുമായിട്ട് പോവുകയും വരികയും എടുക്കുകയും പെറുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആകാവുന്ന പോലെയൊക്കെ ചെയ്യണം. വഴിയാ, വഴി 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 വഴിയാന്നേ. റോഡാ, റോഡ് വഴി. മതിൽ കെട്ടിയേക്കുന്നല്ലേ, അതിനപ്പുറം വഴിയാ. ആ, അത് കുഴി കുത്തിയിട്ടേക്കണ അവിടെ വെള്ളം വീഴാൻ വേണ്ടി. കൃഷിയൊന്നും അപ്പുറത്തും കൃഷിയുണ്ട്. തെലുക്കുന്നക്കാർ. ആ, തെലുക്കുന്ന കുഞ്ഞുവർക്കീൻ്റെ സ്ഥലം അത്, അപ്പുറത്ത്. ആ ഫോട്ടോ ഇരിക്കുന്ന ആരാ മനസ്സിലായോ? ആ ഫോട്ടോ. ആ, ആരാ അത്? അത് കുഞ്ഞുമാനാ, കുഞ്ഞുമാൻ. ആ, ആ,
ഏ എന്നാ പരിപാടിയായിരുന്നു എന്നാ പരിപാടിയായിരുന്നു ഇത് മിന്നു. ഇതാണ് ഞങ്ങളുടെ മൂത്ത സാധനം. ഇതിനോട് പേര് പറയാം. അവിടെ ഈ പല്ല് വന്ന പൊക്കത്തിലാണ്. നമുക്ക് തീർച്ചയായിട്ടും കാണും. അവരറിയും. നൈറ്റ് കഴിഞ്ഞ് വന്നതായിരുന്നു. ഇന്ന് പോണോ? ഇന്ന് പോണോ? അല്ല കണ്ടോ എത്ര നാളെ മിനിഞ്ഞാന്ന് വന്നാ മിനിഞ്ഞാന്ന് വീട്ടിൽ വന്നാ മിനിഞ്ഞാന്ന് ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്നായിരുന്നു. അന്ന് അമ്മയോട് വർത്താനം പറഞ്ഞിട്ടില്ല പോയെ. പള്ളിക്കൂട്ടിലാണ്. അപ്പം പോലീസിലല്ലേ? അവൻ പോലീസാ. അതൊക്കെ എന്റെ ആങ്ങളെ അവനെ കണ്ടപ്പോഴെപ്പോഴും പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞു. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോഴേ പറഞ്ഞു കൂട്ടായി. എന്റെ മക്കളെ എടുക്കാനൊക്കെ എത്ര നാളാണ്. മക്കളൊക്കെ അതിൽ വരാൻ പറയണമെന്നേ. അമ്മ ഇപ്പൊ വരും. അമ്മ കുളിക്കുക ഇപ്പൊ വരും. ആശുപത്രിയിലാണോ ഞാനോ? അല്ല ആശുപത്രി പോയിട്ടൊക്കെ വന്നാ. തലമുടിയെല്ലാം പറ്റ കളഞ്ഞു. അത് പോലീസുകാർക്ക് അത്തരം തലമുടിയൊക്കെ പറ്റുള്ളൂ. ആ പോട്ടെ, അതാ നല്ലത്. വേനെല്ലാം മൂത്ത് കഴിയുമ്പം മുടിയായാലും നീണ്ടു കഴിയുമ്പോൾ മക്ക സ്വസ്ഥതയില്ല. പിന്നെ പക്ഷെ ഓർമ്മയില്ലല്ലേ ഈ പമ്പിൻ്റെ വഴിയാണ്. വഴി അപ്പുറത്ത് കിടന്ന വഴി. കണക്ഷൻ എന്ന് പറഞ്ഞു. അല്ല 9ാം ക്ലാസ് വരെ പറയട്ടെ. ഇതെല്ലാം കൂടെ വെച്ചിട്ടെങ്കിലും പറയാം. ഈ ആന്റി അറിയോ? അങ്കിളിനെ അറിയത്തില്ല. അമ്മച്ചീനെ അറിയും അല്ലേ? ഞങ്ങളെ രണ്ടുപേരെ അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവരാ. വാടകയ്ക്ക് വന്നവരാ. അമ്മച്ചിയുടെ മൂത്ത മകൾ ഓസ്ട്രേലിയയിലുള്ള. അപ്പൊ മനസ്സിലായി. ടോമിയങ്കിള് ലിസി ആന്റി മൂത്ത പേരപ്പനും പേരമ്മ. അവിടെ കൃഷി ചെയ്യുന്ന അവിടെ കൃഷി കപ്പ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. കണ്ടാണ് ഇല്ല പറമ്പാ. അങ്ങനെ കിടക്കണം. വാഴ വെച്ചേക്കുമല്ലേ? ഇവിടുത്തെ വാഴ വെച്ചിരിക്കുമല്ലേ? വാഴ നിൽക്കുന്ന വാഴ വെച്ചിരിക്കുക. പഠിക്കാനില്ല ഞങ്ങൾക്ക്. അവിടെയല്ലേ? അവിടെ ഇവിടെ വെച്ചിട്ടില്ല. അവിടെ ഇല്ല. ഇത് ചെടികള്, ചെടി വെക്കാനുള്ള ചെടികളാ. വിമാൻ വന്നോ? വിമാൻ വന്നില്ല. 6 മണിയാണ്. ചായ ഇപ്പൊ ഇവളുമാര് വന്നപ്പോഴേ ചായ കുടിച്ചത്. ചായ കുടിച്ചാൽ ടി വി വെക്കാൻ കുറെ നേരം നോക്കിയിട്ട് പണിതിട്ട് ശരിയായില്ല. ഇടയ്ക്ക് വരും നമ്മള് യൂട്യൂബ് അങ്ങനെ നെറ്റ് കുറവായി. നെറ്റിന്റെ കുഴപ്പമായിരിക്കും. ഇതോ ഇത് ഞാറുകുളം. ഞാറുകുളം തടത്തിൽ. ഉദരക്കട്ടയിൽ തന്നെ വീട്. ഉദരക്കോട്ട അവതക്കൊച്ചിന്റെ അനിയന്റെ വീടാ. ഉദരക്കോട്ട അവതക്കൊച്ചിന്റെ അനിയന് കുഞ്ഞുമാനില്ലേ? ഉദരക്കോട്ട അവതക്കൊച്ചിന്റെ അനിയൻ കുഞ്ഞുമാനില്ലേ? ഉദരക്കട്ട അവതക്കൊച്ചിന്റെ അനിയൻ കുഞ്ഞുമാനില്ലേ? കുഞ്ഞുമാന്റെ വീടാ ഇത്.
കുഞ്ഞാനാണോ താമസം? ആ കുഞ്ഞുമാൻ അവിടെ താമസിക്കുന്നുണ്ട്. ഞായറാഴ്ച ആ അതെ ആ അതെ കുഞ്ഞുമാൻ്റെ മകനല്ലേ കുട്ടായി? കുഞ്ഞുമാൻ്റെ മകനല്ലേ കുട്ടായി? ആണോ? ഏ എനിക്ക് പിന്നെ അമ്മയെ കുട്ടായി കുട്ടായി എന്ന് വിളിക്കണേ. ആ പറഞ്ഞു കേട്ടോ. ആ പറഞ്ഞു കേട്ടില്ല ആളുമല്ല ബുക്ക് ചെയ്യിപ്പിച്ചാ ആ അവനവിടെ വരുന്നതല്ലേ എപ്പോഴും? അവനവിടെ എപ്പോഴും വരുന്നതല്ലേ ഇടയ്ക്കൊക്കെ? 10:45 ഇവിടുന്ന് ചെന്നിട്ടാ നമ്പർ എടുത്തു. 57 നമ്പർ ഉണ്ടോ? കുട്ടായിയാ വേണ്ട നിൽക്കണം 3 എണ്ണം. ഈ 3 എണ്ണം കുട്ടായുടെ മക്കളല്ലേ? ആ 3 എണ്ണം കുട്ടായുടെ മക്കളാണ്. ആ 3 എണ്ണേ കുട്ടായുടെ മക്കളാണ്. 3 പേരോ? ആ ആണോ? ആ അത് ശരി. കുട്ടായി കല്യാണം കഴിച്ചില്ലെന്ന് എന്നോട് 3 ചോദിച്ചു. പേര് പെണ്ണുങ്ങളാണോ? ആ 3 പെൺപിള്ളേരാ. ആ ഇല്ല കഴിഞ്ഞ ദിവസം പോയിട്ട് ഞങ്ങള് വർത്താനോടെ പറഞ്ഞു. അപ്പൊ സുനീഷിന്റെ കാര്യം പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആണോ ആ വന്നപ്പോ പറഞ്ഞല്ലേ ഉണ്ടേ കുഞ്ഞമ്മ ചട്ടിയും കലമൊക്കെ ആയിട്ട് നടക്കുന്നത്. ആ അതാ അമ്മ. ആ ഇതിന് പ്രായം തോന്നിയില്ലല്ലോ. അമ്മയ്ക്കാ അമ്മമാരാവാൻ പ്രായമില്ലേ? അമ്മമാർക്ക് പ്രായമുണ്ടല്ലോ. മൂത്ത മക്കൾ അതിമാത്രം പ്രായം ആ ആ അമ്മയുടെ മക്കളല്ല ഇത്. ഈ അമ്മയുടെ ഈ മക്കളുടെ അമ്മ അവിടെ ഇരിക്കുന്നതാ. ഈ മക്കളുടെ അമ്മ ആയിരിക്കുന്നതാ. ആ മൂത്ത മക്കളെ അറിയാമോ? ആ മൂത്തവനായിരിക്കുന്നത് ഇത് അമ്മയുടെ. ആ അവനൊരാളെ ഇവിടെ ഉള്ളു ഇപ്പം. പെൺപിള്ളേരില്ലേ? പെൺപിള്ളേർ ഒരാളുണ്ട്. അവൾ ഡൽഹിയിലാ. ഡൽഹി. ആ പഠിക്കുവാണോ? ആ പഠിക്കുവല്ല ജോലിയാ. നിഷയുടെ കാര്യം ചോദിച്ചാ പെണ്ണ് പിന്നെ അത് എൻ്റെ അമ്മ, എൻ്റെ പേരമ്മ. പേരമ്മയോ? പേരമ്മ പേരമ്മയല്ലേ? ഞാനാരാ? നീ ആരാ? അമ്മ ആരാ? ആ അമ്മ അമ്മ. ആ പിന്നെ എന്നാ സുഖാണോ? സുഖാണോ? എന്നാ സുഖം കിട്ടാൻ? നമ്മൾ ശരീരത്തിന് സുഖമില്ലാത്തവർക്കെന്നാ സുഖം കിട്ടാൻ? ശരീരത്തിന് സുഖയില്ലേ? എന്നാ പറ്റിയേ? എപ്പോഴും എന്നും തന്നല്ലേ. അവിടെ ഇരുന്ന് പറയാം. ചായ കുടിച്ചോ? എത്ര വർഷമായി തുടങ്ങി? അത് ഞങ്ങൾ വിളിക്കുന്ന പരീക്ഷ വിളിക്കുന്നവരെ ആണോ ഒന്നും കാര്യമായിട്ട് പണിയാനൊക്കെ പഠിക്കും. ഇവരൊക്കെ ആരാ? അതാരാ അത്? അവരെല്ലാം ഞങ്ങളുടെ പിള്ളേരല്ല. പിള്ളേരാണോ? ഏന്നേ അവരാരാ? പേരെന്താ? പേരൊക്കെ ഓരോരുത്തർക്കും എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുകയല്ല. വീട്ടിലുള്ള പിള്ളേരുടെ പേര് ഞാൻ ഓർക്കുകയില്ല. അമ്മ ഓർക്കുന്നില്ല. ഞാൻ മറന്നുപോയി. എന്നാ ഉണ്ട് വിശേഷങ്ങളെല്ലാം? മക്കള് കുഞ്ഞമ്മയ്ക്ക് സുഖമില്ലായിരുന്നോ? ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോ വരും. ആണോ? രണ്ടുപേരും കൂടെ വരുമോ? 2 പേരും വേറൊരാളുണ്ട്. 3 പേരുണ്ടോ? മരുന്നൊക്കെ കഴിച്ച് മടുത്തു. ഓരോ ചമ്മടുണ്ട്, വയറ് നിറയാൻ മാത്രമുണ്ട്. അങ്ങോട്ട് ഏക്കടില്ലെന്നാ തോന്നണത്. ഇതാണോ? ഷുഗറിന്റെ മരുന്നുണ്ട്. ഇതാരാ? വീട്ടിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടത്. കൂട്ടത്തിൽ പെട്ടതാ. ഞങ്ങളുടെ വീട്ടുകാരില്ല. എന്നാ അത്രയൊക്കെ അറിയാമല്ലോ. തലയ്ക്കൊക്കെ കണ്ടു ഓപ്പറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അയ്യോ എന്ത് മഴക്കാലം തുടങ്ങൂ. നിങ്ങൾ നോക്കി ആകാശം മുഴുവൻ മഴക്കാറാണ്. ആ മഴക്കാർ കയറി വരുന്നുണ്ട്. ആകാശം മുഴുവൻ മഴക്കാറാണ്. പിന്നെ എപ്പം ചെല്ലും? അല്ലോ പെട്ടെന്ന് പോകാൻ പറ്റുമോ? പിന്നെ വണ്ടിയല്ലേ വേണം പെട്ടെന്ന് ചെല്ലും. ആ കാറല്ല വേണേ പെട്ടെന്ന് ചെല്ലും. കാറല്ലല്ലേ പോകുന്നത് പെട്ടെന്ന് ചെല്ലും. ആ കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിൽ പോകാം എന്നോട്
ആ ഇഷ്ടം അറിയാം യൂസേപ്പിരിക്കുന്നു. ആ കുട്ടായിനെ മാത്രമേ അറിയത്തുള്ളൂ. ആ കുട്ടായി ബസ്സിലേ വന്നിരിക്കുമ്പോഴേ അറിയാം. അവനെ അറിയത്തില്ല. ചോദിച്ചു ഇവരെയൊക്കെ എത്ര കുഞ്ഞിലെ അറിയാൻ പറ്റില്ല, പിന്നെ ഇനി എന്താ അറിയാൻ? കേട്ടില്ല കുഞ്ഞമ്മേ അത്. ഇത്രയും കുഞ്ഞിലെ അവനെ അറിയാൻ വേണ്ടി കൊറേ പ്രായം ചോദിച്ചെന്നേ. അല്ല ഒന്നുകൂടെ ചോദിക്കാനാ പറഞ്ഞേ. ഒരു പ്രാവശ്യം നീ അറിയാലേ എന്നോട് ചോദിച്ചാ. ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറ. ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയാൻ പറ. പേരും പറയും, ബാക്കി ആരെ അറിയാൻ. എപ്പോഴും കൂടെയുള്ള ജോമോനെ അറിയാല. ഇനി നമുക്ക് പോകാം. ആ പോകാം. വലിയ മഴയൊക്കെ ഉണ്ടാകുന്നതിന് വലിയ മഴയൊന്നും വരികയല്ലേ. പല കാര്യങ്ങളുണ്ട്. ആ വൈകിട്ടേ വരുള്ളൂ. വൈകിട്ടേ മഴ പെയ്യുള്ളൂ. മഴ പെയ്യാൻ തുടങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ നമുക്ക് പോകാൻ നോക്കാം. പിന്നെ ഒരവസരത്തിൽ വരാം. നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്നോ മക്കളെ. എങ്ങനെ കുന്തം പോലെ നിൽക്കണം. അതാരാന്ന് കുട്ടായി? അതാരാന്ന്? അതാരാ? അമ്മ കണ്ടുപരിചയം ഉണ്ടോ നോക്കി. അമ്മക്ക് മുഖപരിചയം ഉണ്ടോ നോക്കി. ആ അത് അമ്മയുടെ അനിയനാ. നല്ല പ്രായത്തിൽ കണ്ടിട്ടില്ലേ? നല്ല പ്രായത്തിലെ കണ്ടിട്ടുണ്ട്. ഓർക്കാഞ്ഞിട്ടാ. നമ്മുടെ അനിയനാ. ഞാൻ 12 വയസ്സുള്ളപ്പോ അമ്മ വന്നതാ അവിടെ. ഞാൻ 12 വയസ്സുള്ള സമയത്ത് അമ്മയെ കെട്ടിക്കൊണ്ട് വന്നതാണ്. എനിക്ക് ചെവിയൊന്നും കേൾക്കത്തില്ല. ഒന്നും കേൾക്കണമില്ല, അറിയണമില്ല. ഞാൻ എന്നാ അമ്മ വരുമ്പം ഒരു ബോയ് ആയിട്ട് നടക്കുമായിരുന്നു. അതായത് ഒരു ആൺകുട്ടിയെ പോലെ നടക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും ചെറുപ്രായത്തിലാണ് അമ്മ വന്നതാണ്. ആണോ? അമ്മേനെ കെട്ടിക്കൊണ്ട് വരുമ്പോ കുഞ്ഞാച്ചൻ 10-12 വയസ്സേ ഉള്ളൂ. അതൊക്കെ അറിയാമല്ലോ. അതെല്ലാം കുട്ടായിയാ. കുട്ടായിക്ക് അവാർഡ് കിട്ടിയതൊക്കെയാ. പൊക്കത്തെ അത് ഇവളുമാര് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന പൂവല്ല കേട്ടോ. ടോയ്ലറ്റ് ടിഷ്യൂ ഇല്ലേ, കളർ ചെയ്യും. അത് നല്ലതായിരുന്നു. അത് അഴിഞ്ഞു പോയി. അത് തണുത്ത് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോഴേ ഫോണിനകത്ത് നോക്കിയൊക്കെ മരുന്ന് കഴിക്കാൻ മരുന്ന് കഴിക്കണുണ്ടോ? അതിന്റെ ശക്തി കുറച്ച് കുറച്ച് ഇതൊക്കെ കുറയണമെങ്കിൽ കാലം പിടിക്കും. എല്ലാം നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരാ. ആ ഇതാരാ? ഇത് നമ്മുടെ വീട്ടിൽ പൊട്ടിപ്പെട്ടത് ആണോ? പ്രമേഹം എന്താ ചോദിച്ചത്? ഉണ്ട്. അത് കാരണം മധുരമൊന്നും കഴിക്കുന്നില്ല. അതിന് മരുന്ന് കഴിക്കണ്ടേ? മരുന്നുണ്ട്. മരുന്ന് കഴിച്ചോണ്ടിരിക്കും. പഥ്യമുണ്ട്. എന്നാത്തിനാണേലും പ്രായമായവരും ഓരോന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും വന്നിരിക്കട്ടെ കൂട്ടത്തിൽ. അങ്ങനെ ഈശോ ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞിരിക്കണേ. ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വന്നതൊക്കെ സഹിക്കാം. ഈശോയ്ക്ക് കാര്യത്തിൽ മാത്രം വേറെ ഒന്നും ദൈവത്തിൻ്റെ ഇഷ്ടം അത് മാത്രം മതി. നമ്മളെ ശ്രദ്ധിച്ചതും രക്ഷിക്കുന്നതും. പിന്നെ നമ്മളെന്തിനാ പരാതിപ്പെടണം? പിന്നെ നമ്മളെന്തിനാ മറ്റുള്ളവരോട് പരാതിപ്പെടണം? വരുന്നതൊക്കെ സഹിക്കണം. അവരുടെ നേരത്തെ പാവത്തിന് പരിഹാരമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾക്ക് വേണ്ടിയിട്ട് ഈശ്വരൻ വെച്ചതാണ്. കൂടാതെ ലോകത്തെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ഈ കൊണ്ട് കാര്യമുണ്ടാവും. അവിടെ കിടക്കുന്ന സാധനത്തിനൊക്കെ നോക്കണ്ടേ. ആരാ അവിടെ കിടക്കണേ? അവിടെയോ പാമ്പോ പട്ടിയോ ഒക്കെ ആയിരിക്കും അല്ലേ? മനുഷ്യരല്ല. മനുഷ്യരല്ല സാറേ. അറിയാമല്ലോ. ഇതത് ഗുണ്ടാപ്രാണി കാണാനൊക്കെ തുടങ്ങിയ സ്ഥലത്തിന്റെയോ? ഓമല്ലൂര്. ഓമല്ലൂരാണ് അടുത്താണ്. അടുത്താ.
വോട്ട് ചെയ്യാൻ പോണുണ്ടോ? വോട്ട് ചെയ്യാൻ ഇല്ലേ? അതല്ല ഈ കാറിൽ പോകാമല്ലോ. അന്നത്തെ ദിവസം വീട്ടിലാരെങ്കിലും ഉണ്ടോ? വീട്ടിലാരും ഇല്ല. ഇത് അതെങ്ങനെ അപ്പം പിന്നെ എന്നാ ചെയ്യും? നമുക്ക് പോവാം. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ആ നമുക്ക് പോവാം. ഇനി വലിയ കാര്യമൊന്നുമില്ല. വേറെ ആരും ഇല്ലല്ലോ. വേറെ ആരും ഇല്ല. ആ നമുക്കെടുക്കാം പോവാം. ആ ഇല്ല ഇല്ല അങ്ങനെ ഓടും. താല്പര്യങ്ങളുണ്ട് ഈ രോമൊക്കെ പോകുന്നത്. ഇപ്പൊ അറിയത്തില്ല, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. അങ്ങോട്ട് കാണിക്കുമല്ലേ? ഇവരതിന് ഇതിങ്ങള് ഉണ്ടാകാതെ അന്ന് തൊട്ട് എടുത്ത് പിടിച്ച് കൊണ്ടുനടക്കുന്ന കാരണം അവർക്കതെല്ലാം മാസം വീട്ടിലുണ്ടായിരുന്നോ? ഇല്ല. എവിടെ പോയാ? ചാച്ചൻ പള്ളി പോയേക്കോല്ലേ? പള്ളി പോയേക്കാ. പള്ളിയിൽ ആ ചാച്ചൻ പള്ളിയിലാ. നീ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ലിയാവരുത്താ. ഇല്ല ഇല്ല വിവാനിപ്പോ വരും. ഇല്ല ഇല്ല വിവാൻ കോളേജിൽ നിന്ന് വന്ന. ആ ആ എന്നാ പിള്ളേരെ തന്നെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാർക്കോട് പോകാൻ പറ്റിയായിരുന്നു. ആണോ? അത്യാവശ്യപ്പെട്ട കാര്യത്തിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ അല്ലെങ്കിൽ അതുങ്ങൾ അവിടെ കിടന്ന് അലമ്പ. വിവാനും വിവിനെയും കൂടെയാ ആണോ? ആ അത് എലിക്കുട്ടീനെ കാണാനിട്ടാ. എലിക്കുട്ടമ്മേനെ കാണാനിട്ടാ. അല്ല അവര് മിന്നലിറങ്ങും. ആ മിന്നലിറങ്ങും. അതുകൊണ്ട് അവരില്ലാത്തപ്പോൾ പോന്നേ. വീട്ടിൽ നിന്ന് പഠിക്കട്ടെ. ആ പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു കുത്തിയിരുന്ന് പുസ്തകം എടുത്ത് പഠിച്ചോളാൻ പറഞ്ഞു. കുറച്ച് വായിച്ചോണ്ടിരുന്നോളാൻ പറഞ്ഞു. ഓർക്കം വരികയായിരുന്നു. അതൊന്നും ചെയ്യല്ല. എന്നാക്കി അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ നമുക്ക് എന്നിട്ട് നോക്കാം. മൃഗത്തിൻ്റെ കാര്യം മനുഷ്യൻ്റെ കാര്യത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വമൊന്നും അറിയാല. അതെല്ലാം നമ്മൾ എന്തെങ്കി ഒരറ്റം വരെ നോക്കണം. അമ്മയുണ്ടല്ലോ അവിടെ, അമ്മ കൊടുത്തോളൂ. അമ്മയോ? അമ്മയെ കൊണ്ടൊന്നും പറ്റിയല്ല. ഒന്ന് കൊടുക്കും, തീറ്റ കുടിക്കും, വെള്ളം കൊടുക്കും, ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇച്ചിട്ട് പോലൊന്നും കറ്റിക്കാൻ മാറ്റിയില്ല. നോക്കാനില്ലെങ്കിൽ പിന്നെ നോക്കണ്ട. കാര്യങ്ങൾ നടക്കും. പിന്നെ കിടന്ന് കുഴഞ്ഞ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അന്നുകാരി കിടന്ന് കരച്ചൊന്നും തീർച്ച വെക്കാൻ തുടങ്ങും. മൃഗങ്ങൾ തന്നെ വീട്ടിലുള്ളൂ. മൃഗങ്ങൾ തന്നെയുള്ളൂ. അപ്പയുണ്ടോ? പപ്പായുണ്ടോ അവിടെ? വീട്ടിലുണ്ട്. വീട്ടിലുണ്ടെന്നേ. പപ്പ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? ആ ഉണ്ട്. എന്നാ ഇപ്പം വന്നതാ. പപ്പ അവിടെ കൊണ്ട് പിന്നെ കന്നാലിയുടെ കാര്യം നോക്കിക്കോളൂ. എന്നാ പോകാൻ നോക്കാം. പല കാര്യങ്ങളും. ആ ചേട്ടൻ വരുന്നില്ലെന്ന്. ഈ ചേട്ടനെ വിളിച്ചോണ്ട് പോവാം. അമ്മേ കുട്ടായിയെ കൊണ്ടുപോയാലോ? ആരെയാ? കുട്ടായിനെ അങ്ങോട്ട് കൊണ്ടുപോയാലോ? പിന്നെ കൊണ്ടുപോകാനോ? കുട്ടായിയോട് അമ്മേനെ കൊണ്ട് വിടാൻ പറഞ്ഞാലോ? ഒന്ന് എന്റെ കൂടെ ആര് പറഞ്ഞു? കുട്ടായിയുടെ ഒന്ന് പറഞ്ഞാലോ? കുട്ടായി പറഞ്ഞേ എനിക്കറിയത്തില്ലേ. ഞാൻ പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം പോരാൻ പറ്റുള്ളൂ. നമ്മൾ വരാൻ പറഞ്ഞ് ബലമായിട്ട് വിളിച്ചോണ്ട് പോയാൽ അവർ സമ്മതിക്കോ? അന്തോ ബന്ധമില്ല. ഈ ചേട്ടൻ ഏതാ? ഈ ചേട്ടൻ ഏതാന്ന്? ഈ ആണോ? അനിയനാണോ? ഞങ്ങളെ അങ്ങോട്ട് കൊണ്ട് അമ്മേനെ കൊണ്ട് വിടട്ടെ. പോകുവാണോ? ഇന്ന് ഇവിടെ കിടക്കാവുന്നേ. അയ്യോ ഒന്നും പറ്റത്തില്ല. അതിനാ വീട്ടിലാരോ? വീട്ടിന്റെ മുഴുവൻ ബാക്കിയുള്ളവരുടെ തലയില. 4 കൊച്ചുങ്ങളും കുടുംബവും കാര്യം നോക്കണ്ടേ? 6 മൃഗങ്ങളും
പോവാന്ന് മുത്തേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ടാറ്റ. പെരുന്നാളിന് കുഞ്ഞമ്മനെ കൊണ്ടുവന്ന് ആ. ഇതാ ഒരു കൂട്ടിരുന്നോട്ടെ. ഇങ്ങനെ വില കന്നാലിത് ഉണ്ടാക്കണ കാര്യത്തില് എല്ലാം വലിയ കുളത്തിലാണ് നടക്കുകയാണ്. ടാറ്റ പറഞ്ഞേര്. ടാറ്റ പറഞ്ഞേര്. ടാറ്റ അത് അറ്റം പോലെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒന്നും ചെയ്യാനില്ല, എല്ലാം കുഴഞ്ഞു കിടക്കും. അവന്റെ പേരെന്ത് പറഞ്ഞു? അവൻ വിചാരിച്ചേ നമ്മളെല്ലാരും കൂടി അവനെ എട്ടേച്ചും പൊക്കളം നിന്ന്, നമ്മളെല്ലാരും കൂടി അവനെ എട്ടേച്ചും പൊക്കളം നിന്ന് പോകുന്നോ? പോയെന്ന്. അവൻ വരുമ്പോ ഇവിടെ ആരും ഇല്ലല്ലോ, അമ്മ ഇവിടെ ഇല്ലല്ലോ. അവൻ പറഞ്ഞോ? അവൻ പറഞ്ഞു പോയാൽ തോന്നുന്നതല്ലേ, അതല്ലേ അവരോട് പറഞ്ഞില്ലല്ലോ. പറയാതെ അവർക്കറിയാവോ? അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എനിക്ക് മഴക്കാറ് നമുക്ക് പോകാൻ നോക്കാം. നീ എങ്ങോട്ടാ പോകണേ? അയ്യോ ഇനി പോവാണോ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.